അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട് ഈയൊരു സെമിനാറിൽ പങ്കെടുക്കാനും അതോടൊപ്പം തന്നെ ഈ ഉറൂസിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ. ഞാൻ ഈ അടുത്ത് ഒരു പുസ്തകത്തിൽ, പുഷ്പ സുന്ദർ എഴുതിയൊരു പുസ്തകത്തിൽ ഫോർ ഗോഡ്സ് സേക്ക് എന്ന് പറയുന്ന പുസ്തകം, അത് ഇന്ത്യയിലുള്ള വിവിധ മതങ്ങൾക്കിടയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ പഠന പുസ്തകമാണ്. അതിൻ്റെ ഒരു ചാപ്റ്ററിൽ ഇവിടെയുള്ള മദനി ട്രസ്റ്റും അതോടൊപ്പം തന്നെ ഇവിടെ ഈ മസ്ജിദും കേന്ദ്രീകരിച്ചിട്ടുള്ള സഹായ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ കുറിച്ച് ആ ഒരു കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പം അതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ പുസ്തകം ഇറങ്ങിയിട്ട് ഏകദേശം 10 കൊല്ലം ആയിട്ടുണ്ടാകും. അന്ന് തന്നെ വലിയ തോതിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ചാരിറ്റി മേഖലയിലുള്ള പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ തോതിൽ നടക്കുന്ന ഒരു പ്രദേശമാണ്. സ്വാഭാവികമായും കാലം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ ഈ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ സ്ഥാപനങ്ങളൊക്കെ, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജാഗരൂകമായ മതകീയ ബോധവും മതകീയ പ്രവർത്തനങ്ങളുമാണ്. തികച്ചും വിദ്യാഭ്യാസം എന്നത് ഒരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം മാറ്റത്തിനുള്ള വലിയൊരു ഉപാധിയാണ്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ കർണാടകത്തിൻ്റെയൊക്കെ ചരിത്രം എടുത്തു നോക്കിയാൽ, മുസ്ലിം ചരിത്രം എടുത്തു നോക്കിയാൽ, ഇവിടേക്ക് വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാനാവും. പലരും പറയാറുണ്ട്, സോഷ്യൽ മൊബിലിറ്റി, സോഷ്യൽ പ്രോഗ്രഷൻ, അതിൻ്റെ സാമൂഹികമായ ഉന്നതിയുടെ പ്രധാനപ്പെട്ട ഘടകത്തെക്കുറിച്ച് പറയുമ്പോൾ എഡ്യൂക്കേഷനാണ് ഒന്നാമതായിട്ട് പറയാറുള്ളത്. മാറ്റത്തിൻ്റെ ഘടകമായിട്ട് പറയാറുള്ളത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥയിൽ ഇവിടെയുള്ള ചുറ്റുപാടും നിരീക്ഷിക്കുമ്പോൾ കൃത്യമായുള്ള ഒരു വളർച്ചയും അഭിവൃദ്ധിയും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ, ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, എന്തുകൊണ്ടും ഈ ഒരു സെമിനാറും അതിൽ തിരഞ്ഞെടുത്ത വിഷയവും വലിയ പ്രസക്തി ഉള്ളത് തന്നെയാണ്. സൂഫി കോൺട്രിബ്യൂഷൻ ടു ഫിഖ്, എക്സാമിനേഷൻ ഓഫ് മെത്തേഡ്സ് ആൻഡ് ഇമ്പാക്ട്സ് എന്നതായിരുന്നു നമ്മുടെ സെമിനാറിൻ്റെ വിഷയം. സെമിനാറിനെ കുറിച്ച് ചെറിയ തോതിൽ അവലോകനം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നടന്ന പ്രസൻറ്റേഷൻസുകളെല്ലാം നമ്മുടെ ഇസ്ലാമികമായ മൂവ്മെൻറ്റുകളെ വലിയ തോതിൽ ജാഗരൂകമാക്കി തീർക്കുന്നതിൽ അനൽപമായ പങ്ക് വഹിച്ച ഒരുപാട് പ്രബുദ്ധികളുടെ, ഒരുപാട് ദിഷണാശാലികളായ മുസ്ലിം പണ്ഡിതരുടെ ജീവചരിത്രങ്ങളാണ് പ്രധാനമായിട്ടും നമ്മളിവിടെ ചർച്ചക്കെടുത്തിയിട്ടുള്ളത്. താജുൽ ഉലമ, അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് പണ്ഡിതന്മാർ, ഞാൻ അവരുടെ പ്രത്യേകം പറയുന്നില്ല, ആകത്തുകയായിട്ടുള്ള ചില അവലോകനങ്ങൾ, ചില നിരീക്ഷണങ്ങൾ മാത്രമാണ് പറഞ്ഞു വെക്കുന്നത്. പ്രധാനമായിട്ടും എങ്ങനെയാണ് ഉലമ പൊളിറ്റിക്സ്, ഉലമ ആക്ടിവിസം സമൂഹത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നതൊക്കെയായിരുന്നു ഇതിൻ്റെയൊക്കെ ആകത്തുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവരുടെ വിദ്യാഭ്യാസം കേവലം അവരുടെ വൈയക്തികമായൊരു അനുഭവത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല ഉപയോഗപ്പെടുത്തിയിരുന്നത്. അല്ലെങ്കിൽ അവരുടെ അറിവ്, അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തെ മൊത്തത്തിൽ ഗ്രസിക്കുന്ന ഒരു അനുഭവമാക്കി തീർക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പോലും യഥാർത്ഥത്തിൽ അവർ ഉണ്ടാക്കിയെടുത്ത കഴിവിൻ്റെ, അവരുണ്ടാക്കിയെടുത്ത മാറ്റത്തിൻ്റെ പരിണതി ഫലമാണ്. അവരിന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗസാലി ഇമാമൊക്കെ ഫാത്തായിട്ട് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നും നമ്മൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്നതും വളരെ പ്രസക്തമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ പ്രസക്തമാകുന്നത് പോലെ തന്നെയാണ് അവരെന്തുകൊണ്ട് ഇന്നും പ്രസക്തമാവുന്നു. നമ്മുടെ ചർച്ചകളിൽ, നമ്മുടെ ആലോചനകളിൽ, നമ്മുടെ ഭാഷ്യങ്ങളിൽ അവർ ഇന്നും കടന്നു വരുന്നത് എന്നത് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളെ എല്ലാവരെയും ആലോചനയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അവർ ചെയ്ത പ്രവർത്തികൾ
വിദ്യാഭ്യാസ മേഖലയിൽ അവരെടുത്ത അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നും അവരിവിടെ ഓർമ്മിക്കപ്പെടാനുള്ള കാരണം. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള അധ്വാനത്തിൻ്റെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി നേടിയെടുക്കാനുള്ള ആർജവത്വത്തിൻ്റെ, പരിശ്രമത്തിൻ്റെ കഥകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കെന്നും പാഠമാവേണ്ടതുണ്ട്. ഉലമ ആക്ടിവിസത്തെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. പണ്ഡിതന്മാർ എന്ന് പറയുമ്പോൾ കേവലം പള്ളികളിൽ മാത്രം പള്ളികൾ മാത്രം ഒതുങ്ങിക്കൂടി അവർ സാമൂഹികമായ ചലനാത്മകതയ്ക്ക് വേണ്ട വിധത്തിലുള്ള കോൺട്രിബ്യൂഷൻസുകൾ, സംഭാവനകൾ ചെയ്തിട്ടില്ല എന്ന ആരോപണങ്ങൾ പല കോണുകളിലും വിമർശനങ്ങൾ ഉയർന്നൊരു സന്ദർഭമുണ്ടായിരുന്നു. പക്ഷേ ചരിത്രമെടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ വർത്തമാന സാഹചര്യം എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രമാണ് പണ്ഡിത്യ ലോകം കൃത്യമായിട്ട് സാമൂഹികമായ ചലനാത്മകതയോട് സംവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രതിബദ്ധത എത്രമാത്രമാണ് അവർ കൈമുതലാക്കി സാമൂഹികമായ മാറ്റങ്ങൾക്ക് അവർ നാന്ദി കുറിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ മഖ്ദൂമിൻ്റെ ചരിത്രം പറയുകയുണ്ടായി, അതുപോലെ തന്നെ ഖ്വാജ മൊയ്തീൻ ചിശ്തിയുടെ ചരിത്രം പറയുകയുണ്ടായി. ഇവരൊക്കെ ഉദാഹരണങ്ങൾ മാത്രമാണ്. അവരുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയാൽ കൃത്യമായിട്ടറിയാം നാനാവിധത്തിലുള്ള പരിവർത്തനത്തിൻ്റെ മാതൃകകൾ അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് പണ്ഡിത ഉലമ ആക്ടിവിസം എന്നൊക്കെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. കാസിം സമാൻ്റെ ഉലമ ഇൻ കണ്ടംപററി പീരീഡ് എന്ന് പറയുന്ന, കണ്ടംപററി ഏജ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം അതിൽ ബ്രിട്ടീഷ് കാലയളവുകളിൽ പണ്ഡിതന്മാർ നടത്തിയ, ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള പണ്ഡിതന്മാർ നടത്തിയ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇവിടുത്തെ ശരീഅത്തിലോ ഉണ്ടായ സമയത്ത് അതിനെതിരെയുള്ള പണ്ഡിതന്മാരുടെ ഇടപെടൽ, ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു അത്. അതോടൊപ്പം തന്നെ മദ്രസകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സാമൂഹികമായ നവോത്ഥാനത്തിനും സാമൂഹികമായ വിപ്ലവത്തിനും സാധ്യമാക്കിയത് എന്ന കഥ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്ര ഭാഷ്യം കാസിം സമാൻ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പണ്ഡിതന്മാരുടെ റോള് വലിയ വിശാലമാണ്. അവർ സമൂഹത്തിൻ്റെ നട്ടെല്ലാണ്. അതുകൊണ്ട് തന്നെ സാമൂഹികമായ ചലനാത്മകതയെക്കുറിച്ച് കൃത്യമായ അവബോധം കേവലം ഒരു വ്യക്തിയെ മാത്രമല്ല അവർക്ക് കൊണ്ട് നടക്കേണ്ടത്, സമൂഹത്തെ മൊത്തം അവരിൽ ആവാഹിച്ചെടുക്കേണ്ടത് കൊണ്ട് തന്നെ പല രൂപത്തിലുള്ള ഇടപെടൽ അവർക്ക് നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പണ്ഡിതന്മാർക്കിടയിലുള്ള കോമണാലിറ്റികൾക്കപ്പുറത്തേക്ക് അവരുടെ ഡിഫറൻസുകളെക്കുറിച്ച് നമ്മൾ ചർച്ചക്കെടുക്കേണ്ടിയിരുന്നു. എന്ന് പറയുമ്പോൾ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ്, എവിടേക്കാണ് ഇവരുടെ അപ്രോച്ചുകൾ വ്യത്യസ്തമാകുന്നത്. എല്ലാ പണ്ഡിതന്മാരും ഒരേ രൂപത്തിലല്ല സാമൂഹികമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. നമ്മുടെ ചർച്ചകളിൽ പ്രധാനമായിട്ടും ഒരൊറ്റ വശം മാത്രമേ വന്നുള്ളൂ എങ്കിൽ പോലും തുടർ വായനകളിൽ നാം എങ്ങനെയൊക്കെയാണ് അവരുടെ ഡിഫറൻസ് രൂപപ്പെടുന്നത്, അവർ എന്തുകൊണ്ടാവാം ആ ഡിഫറൻസിൻ്റെ കാരണം, അവിടെയാണ് സോഷ്യൽ ബയോഗ്രഫി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത്. പൊതുവെ സോഷ്യൽ ബയോഗ്രഫി, സോഷ്യൽ എക്കോളജി എന്നൊക്കെ വിളിക്കുന്നത് ഒരു പണ്ഡിതനെ, ഒരു സ്കോളറെ, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ കോണ്ടെക്സ്റ്റിൻ്റെ, അദ്ദേഹം വളർന്നു വന്ന സാഹചര്യത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയിലും പ്രകടമാണ്. അതുകൊണ്ട് തന്നെ ബയോഗ്രഫി എന്നത് നാം ഒരാളുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ഒരാളുടെ കൃതികൾ വായിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ അനിവാര്യമായ ഒരു ഘടകമാണ്. വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് പുസ്തകത്തെ വായിക്കുക എന്ന് പറഞ്ഞാൽ അപൂർണമായൊരു കാര്യമാണ്. അതുകൊണ്ടാണ്, കാരണം വ്യക്തിയുടെ ചിന്തകൾ, വ്യക്തി ഉണ്ടായിത്തീർന്ന സന്ദർഭങ്ങളാണ് വ്യക്തിയെ പുസ്തകങ്ങളിലേക്കൊക്കെ നയിച്ചിട്ടുള്ളത്. ഇവിടെ നടന്ന ചർച്ചയിൽ പുസ്തകങ്ങളിലേക്കുള്ള കൂടുതൽ എൻഗേജ്മെൻറ്റുകൾ ആവശ്യമായിരുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. ബയോഗ്രഫികൾ ഒരു ഭാഗമാണ്, പക്ഷെ എങ്കിൽ പോലും ബയോഗ്രഫിക്ക് അപ്പുറത്തേക്ക് ടെക്സ്റ്റൽ എൻഗേജ്മെൻറ്റ് നടത്തേണ്ടത് ഒന്നും കൂടി ഫലവത്തായ രീതിയിൽ ഇവരുടെ പണ്ഡിതന്മാരുടെ പ്രാഗൽഭ്യത്തെ മനസ്സിലാക്കാൻ കൂടുതൽ സഹായകരമാകും. കാരണം ടെക്സ്റ്റ് ബേസിൽ ഒരു ടെക്സ്റ്റും മറ്റൊരു ടെക്സ്റ്റും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൻ കൊണ്ട് അതിൻ്റെ ഇൻഫ്ലുവൻസ് ആയിട്ട് മറ്റൊരു ടെക്സ്റ്റ് വരാം, അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വ്യത്യസ്തമാകുന്നു. ഇതിലെ മഖ്ദൂമിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ സൂഫിസത്തെക്കുറിച്ചും പറയുന്നുണ്ട്.
സുഫിസത്തിൽ എഴുതിയിട്ടുള്ള കൃതികളെക്കുറിച്ചും പറയുന്നുണ്ട്, അദ്കിയ പോലെയുള്ള കൃതികളെക്കുറിച്ചും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫത്തുൽ മുയിനും പറയുന്നുണ്ട്. ഇത് രണ്ടും ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് എഴുതപ്പെട്ടിട്ടുണ്ടാവുക, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം, അത് ഏതൊക്കെ ഏതൊക്കെ ഓഡിയൻസിനെയാണ് ഇത് അഭിസംബോധന ചെയ്തിട്ടുണ്ടാവുക തുടങ്ങിയ ആലോചനകളിലേക്കും നമ്മൾ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരെ ചർച്ച ചെയ്യുമ്പോൾ അതിലേക്കും നമ്മുടെ വായന കടന്നു പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ മാത്രമേ സമഗ്രമായ രീതിയിൽ നമുക്ക് പണ്ഡിതന്മാരുടെ കൃതികളെയും പണ്ഡിതന്മാരുടെ കാഴ്ചപ്പാടുകളെയും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഗസാലി ഇമാമിനെ വായിക്കുമ്പോൾ നമുക്കൊരിക്കലും ഗസാലി ഇമാമിൻ്റെ കൃതികളെ മാത്രം നിലനിർത്തി വായിക്കാൻ കഴിയുകയില്ല. മറിച്ച് ഗസാലി ഇമാം ജീവിച്ച സാഹചര്യങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്ക് ഫിലോസഫിയുടെ അമിതമായ സ്വാധീനങ്ങൾ, ഇതൊക്കെ മുൻനിർത്തി വായിക്കുമ്പോഴാണ് പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ഗസാലി ഇമാമായിട്ട് വന്ന സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാകുന്നു. അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ എക്കോളജി അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരാളെ വായിക്കുമ്പോൾ ആ വായന ഉണ്ടായ കോണ്ടെക്സ്റ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മുടെ വിഷയങ്ങൾ, ഞാൻ എക്സാമിനേഷൻ ഇതിനെക്കുറിച്ചുള്ള ഇതിനല്ല, മൊത്തത്തിൽ നമ്മുടെ കുറച്ച് കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം വിഷയങ്ങളെക്കുറിച്ച് വാക്കിംഗ് ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, റുഡോൾഫ് ടി വയർ എഴുതിയ പുസ്തകം. അതിൽ സൗത്ത് ആഫ്രിക്കയിലുള്ള സെനഗൽ കേന്ദ്രീകരിച്ച് നടന്ന പഠനമാണ്. എങ്ങനെയൊക്കെയാണ് അവിടെയുള്ള ഖുർആൻ പഠനങ്ങൾ സാമൂഹികമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നത്, എങ്ങനെയാണ് ഇത്രമാത്രം മോഡേണിറ്റിയുടെ അതിപ്രസരം ഉണ്ടായിട്ട് പോലും ഒരു ട്രഡീഷൻ വെച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾ തങ്ങളുടെ മതബോധത്തെ നിലനിർത്തി പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പഠനങ്ങൾ, ഞാൻ അതിനൊരു പഠനങ്ങളുടെ ഒരു ഗാംഭീര്യതയെക്കുറിച്ച്, സൂക്ഷ്മമായ പഠനങ്ങളുടെ ഒരു ഉദാഹരണമായിട്ട് പറയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ വാക്കിംഗ് ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തിന് അതിൻ്റെ ഹെഡിങ് തന്നെ വാക്കിംഗ് ഖുർആൻ, നടക്കുന്ന ഖുർആൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ഹിഫ്ദ് പഠിക്കുന്ന അല്ലെങ്കിൽ മദ്രസയിൽ പഠിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെയാണ് ഖുർആനെ കൊണ്ട് നടക്കുന്നത്. അവർ ജീവിക്കുന്ന ഖുർആനാണ്. ഖുർആൻ പറയുന്ന ആശയങ്ങൾ അവർ സ്വന്തം ജീവിതത്തിലൂടെ പകർത്തുകയും അവിടെയുള്ള കരിക്കുലങ്ങൾ എങ്ങനെയൊക്കെയാണ് അവരാക്കി തീർക്കുന്നത്, ഖുർആനാക്കി തീർക്കുന്നത് എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. അപ്പം അതിൽ സേവനത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഖിദ്മ എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുത്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഒരാളിൽ സേവനം എന്നൊരാശയം ഒരാളെ മാറ്റിയെടുക്കുന്നത്. സേവനം എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് തന്നെ ഒടുങ്ങാതെ അവരിലേക്കുള്ളൊരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ സേവനം എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഞാൻ ചെറിയൊരു ഭാഗം മാത്രം പറഞ്ഞതാണ്. മറ്റൊരു പഠനം എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് പഠനങ്ങൾ വിശദീകരിക്കുന്നില്ല, കുറച്ച് എടുത്തു കാണിക്കാം. അപ്പം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും എവിടേക്കാണ് നമുക്ക് പഠനത്തിനുള്ള സാധ്യത. മുസ്ലിം ഒരു കൾച്ചർ നിന്നുകൊണ്ട്, മുസ്ലിം സിവിലൈസേഷനിൽ നിന്നുകൊണ്ട് നമുക്ക് ഏതൊക്കെ രൂപത്തിലുള്ള ആലോചനകളിലേക്ക് പോവാം എന്നതിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ചില പുസ്തകങ്ങൾ പരാമർശിക്കുകയോ ചെയ്യുന്നുള്ളൂ. മറ്റൊന്നാണ് യങ്സോ ഹോൻ്റെ ഗ്രേവ്സ് ഓഫ് തെരീം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, കൃതികളുടെ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ, ഫത്തുൽ മുഹീൻ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൻ്റെ പരിസരത്തിൽ മാത്രം നിന്നുകൊണ്ടുണ്ടായതല്ല, അതിന് ഈജിപ്തുമായിട്ട് ബന്ധമുണ്ട്. ഇങ്ങനെ തുടങ്ങി കൃതികൾ പ്രത്യേകിച്ചും ഇന്ത്യൻ ഓഷ്യനിലുള്ള യാത്രകളിലൂടെ രൂപപ്പെട്ടു വന്ന കൃതികളുടെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അക്കാദമി തലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടത്താണ്. സ്വാഭാവികമായിട്ടും യങ്സോ ഹോൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഈ ഹദറമി സാദാത്യങ്ങൾ, യമനിൽ നിന്നുള്ള ഹദറമി സാദാത്യങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ് മറ്റുള്ള ദേശങ്ങളിൽ പോയി അവിടെ അവരുടേതായിട്ടുള്ള ഒരു മുസ്ലിം സാന്നിധ്യം അറിയിച്ചതെന്നും അതിൻ്റെ ഒരു ജീനിയോളജി അത് അവർ ട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ടോംബുകളിലൂടെ അല്ലെങ്കിൽ ഗ്രേവുകളിലൂടെ, കബറിടങ്ങളിലൂടെയാണ്. കബറിടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇന്നാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സജീവമല്ലാത്ത സ്ഥലങ്ങളല്ല, മറിച്ച് കബറിടങ്ങൾ ഒരർത്ഥത്തിൽ മുസ്ലിം സാമൂഹിക ആദാന പ്രദാനങ്ങളുടെ ഒരു സ്രോതസ്സായി വർത്തിക്കുന്ന ഘടകങ്ങളാണ്, അതിൻ്റെ ഒരു സ്രോതസ്സാണ് എന്നൊക്കെയാണ് അദ്ദേഹം അതിൻ്റെ ആ പുസ്തകത്തിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കൃതി പറയുകയാണെങ്കിൽ സെയിൻസ് ആൻഡ് സ്നാക്സ് എന്ന് പറയുന്ന കൃതി, സാമുലി ഷീൽക്കൻ്റെ. അപ്പോൾ സാമുലി ഷീൽക്ക് ഈജിപ്ഷ്യൻ
ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് സാമൂഹ്യ ശിൽക്കൻ്റെ പഠനം. അപ്പം അതിൽ പറയുന്നത് എങ്ങനെയൊക്കെയാണ്, ഞാൻ ഈ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടും അത് കൂടുതൽ പ്രസക്തമാവുമെന്ന് തോന്നുകയാണ്, എങ്ങനെയാണ് ഒരു ദർഗ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള സംസ്കാരം നടക്കുന്നത്, അതിൽ ഏതൊക്കെ രൂപത്തിലുള്ള സോഷ്യൽ ഇൻട്രാക്ഷൻസുകളാണ് നടക്കുന്നത് മുസ്ലിങ്ങൾക്കിടയിൽ. അപ്പോൾ ആ പേര് തന്നെ എടുത്തു നോക്കുക, സെയിൻസ് ആൻഡ് സ്നാക്സ് എന്നാണ്. സ്നാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പലഹാരങ്ങൾ. അപ്പം എങ്ങനെയൊക്കെയാണ് ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള അനുഭവങ്ങൾ ഉണ്ടായിത്തീരുന്നത്, അവിടെ നേർച്ച നടക്കുന്നു, അവിടെ ഫുഡ് വിതരണം നടക്കുന്നു, ഇങ്ങനെ തുടങ്ങി. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് ഒരു മുസ്ലിം സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവിടെ ഒരു ദർഗ നടക്കുകയും ദർഗയിലുള്ള മാസത്തിലുള്ള മൗലൂദ് അല്ലെങ്കിൽ വർഷത്തിലുള്ള ആണ്ട് നടക്കുമ്പോൾ കേവലം ആണ്ട് നടക്കുക എന്നതിനപ്പുറത്തേക്ക് സാമൂഹികമായിട്ടുള്ള പല ആലോചനകളിലേക്കും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മളെ നയിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമായിട്ട് ദർഗകളെ കാണാൻ പറ്റും എന്നതാണ് അതിൽ ഷിൽക്കൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള പഠനങ്ങൾ മുസ്ലിം സൊസൈറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വെസ്റ്റേൺ സ്കോളേഴ്സ് പഠിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഓറിയൻ്റലിസത്തിൻ്റെ അതിൻ്റെ ചരിത്രമൊക്കെ. ഞാൻ അതിലേക്ക് ദീർഘമായിട്ട് പോകുന്നില്ല. ഓറിയൻ്റലിസം ഒക്കെ വരുന്നത് യഥാർത്ഥത്തിൽ വെസ്റ്റേൺ സ്കോളേഴ്സ് ഓറിയൻ്റൽ പ്രദേശങ്ങളെ പഠിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ, കേവലം പഠിക്കുക എന്ന ആ ഒരു അർത്ഥത്തിൽ മാത്രമായിരുന്നില്ല അവരുടെ കൾച്ചറിനെ. കാരണം നമുക്കറിയാം, വെസ്റ്റ് എന്നത് ഒരു ഡോമിനൻ്റ് കൾച്ചറായി അവതരിപ്പിക്കപ്പെടുകയും ബാക്കിയുള്ളവർക്ക് ഇൻഫീരിയറാണ്, അവർക്കൊന്നും തങ്ങളെപ്പോലുള്ള മതമോ തങ്ങളെപ്പോലുള്ള സിസ്റ്റമാറ്റിക്കായ ലൈഫോ ഇല്ല, അവർക്ക് അപരിഷ്കൃതരാണ് എന്ന രൂപത്തിലുള്ള ചിത്രീകരണം നടത്തിക്കൊണ്ട് ഓറിയൻ്റലിസം ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിരുന്നു. അപ്പം അത് മുസ്ലിങ്ങളെ ദൈക്ഷണികമായിട്ട് അവരുടെ സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങളെ വികലമായി ചിത്രീകരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ, കേവലം പുസ്തകങ്ങളെ മാത്രമല്ല അവരുടെ ജീവിതങ്ങളെ വരെ വളരെയധികം വികലമായി ചിത്രീകരിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഒരു ആകത്തുകയാണ് യഥാർത്ഥത്തിൽ ഓറിയൻ്റലിസം എന്ന് നമുക്ക് വിളിക്കാറുള്ളത്. സെയ്ദ് ഓറിയൻ്റലിസം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ഓറിയൻറ്റും ഓറിയൻ്റലിസം തമ്മിൽ വലിയ ബന്ധമുണ്ട്, വലിയ ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ്, വലിയ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. ഓറിയൻ്റലിസം ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റാണ്. അതേസമയം ഓറിയൻ്റലിസം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ യഥാർത്ഥത്തിൽ ഓറിയൻ്റിലുള്ളതല്ല. കിഴക്കൻ പൗരസ്ത്യ ദേശത്ത് ആളുകളുടെ ജീവിത ശൈലിയല്ല യഥാർത്ഥത്തിൽ ഓറിയൻ്റലിസം പറഞ്ഞു വെക്കുന്നത്. ക്യാപിറ്റലിസം ഓറിയൻ്റലിസത്തിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട ഒരു പ്രതിഭാസമാണ്. ക്യാപിറ്റലിസവും കൊളോണിയലിസവും ഇതുപോലെ തന്നെ പൗരസ്ത്യ ദേശത്തെ വലിയ തോതിൽ വൈജ്ഞാനികമായിട്ട് എപ്പിസ്റ്റമിസൈഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഡികൊളോണിയൽ തിയറികളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എപ്പിസ്റ്റമസൈഡ് എങ്ങനെയാണ് വൈജ്ഞാനിക ഭ്രൂണഹത്യ സംഭവിച്ചത്. അഥവാ ഇവിടെയുള്ള ഇൻഡിജിനസായ ട്രഡീഷണലായ ഇസ്ലാമിക് നോളജുകൾ, ഒരു ഉദാഹരണത്തിന് ഇസ്ലാമിക നോളജുകൾ എങ്ങനെയൊക്കെയാണ് അപരവൽക്കരിക്കപ്പെട്ടത്, അതിന് യാതൊരു വിധത്തിലുള്ള മൂല്യങ്ങളുമില്ല. ആധുനിക സമൂഹവുമായിട്ട് സംവേദനക്ഷമതയാർന്ന ഒരു എനർജിയോ അല്ലെങ്കിൽ അതിനുള്ള കഴിവോ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഇസ്ലാമികമായ അറിവുകൾക്കില്ല എന്ന വലിയൊരു ബ്രോഡ് പ്രൊജക്റ്റിനെ മുൻനിർത്തിക്കൊണ്ട് അവർ ഇസ്ലാമിക ടെക്സ്റ്റുകൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആന്ത്രപ്പോളജി അല്ലെങ്കിൽ മോഡേൺ ഡിസിപ്ലിൻ്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ സോഷ്യോളജി ആവട്ടെ, ആന്ത്രപ്പോളജി ആവട്ടെ, പൊളിറ്റിക്കൽ സ്റ്റഡീസ് ആവട്ടെ, ഇതിൻ്റെയൊക്കെ പിറകിൽ എൻലൈറ്റ്മെൻറ്റ് എന്ന് പറയുന്ന വലിയൊരു ലാർജർ പ്രൊജക്റ്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും എൻലൈറ്റ്മെൻറ്റ് റാഷണാലിറ്റി ഉണ്ടാക്കിയെടുത്ത ഒരു പരിതസ്ഥിതിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡിസിപ്ലിനുകളൊക്കെ നമുക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ റാഷണാലിറ്റി എൻലൈറ്റ്മെൻറ്റ് മുന്നോട്ട് വെച്ചപ്പോൾ അല്ലെങ്കിൽ ഹ്യൂമനിസം മുന്നോട്ട് വെച്ചപ്പോൾ നഷ്ടപ്പെടുത്തിയത് തമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഗോഡ് സെൻട്രിക്കായ അല്ലെങ്കിൽ ദൈവീകമായ മൂല്യബോധമുള്ള ഒരു ആശയ സംഹിതയായിരുന്നു യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ തമസ്കരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്. ഇസ്ലാമിക അറിവുകൾ എപ്പോഴും ദൈവികമായ ഒരു അംശം അതിലുണ്ട്. സ്വാഭാവികമായിട്ടും റിലീജിയൻ എന്ന പദം തന്നെ തലാൽ അസദിനെ പോലുള്ള ആന്ത്രപ്പോളജിസ്റ്റുകൾ പ്രശ്നവൽക്കരിക്കുന്നത് കാണാൻ പറ്റും. അത് പറയുന്നത് റിലീജിയൻ എന്ന കൺസെപ്റ്റ് പോലും അത് വെസ്റ്റേൺ സെൻട്രിക്കാണ്. റിലീജിയൻ എന്നുകൊണ്ട് ക്രിസ്ത്യൻ സെൻട്രിക്കായ അല്ലെ ക്രിസ്ത്യൻ കോണ്ടെക്സ്റ്റിൽ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരർത്ഥമാണ് യഥാർത്ഥത്തിൽ റിലീജിയൻ എന്ന കാറ്റഗറിക്കുള്ളത്. റിലീജിയൻ അവിടെ ഒരു ചർച്ചുണ്ട്,
അവർക്ക് ചർച്ചിൻ്റെതായുള്ള സ്ട്രക്ചറുകളുണ്ട്, ദൈവിക വേദങ്ങളുണ്ട് അതിനനുസരിച്ച്. അതേപോലെ ഇവിടെയുള്ള ഇന്ത്യൻ, ഉദാഹരണത്തിന് പറയാം, ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ അത്തരത്തിലുള്ളൊരു മതസംവിധാനം കാണുന്നില്ല. അതുകൊണ്ട് തന്നെ റിലീജിയൻ എന്നത് തന്നെ ആ ഒരു ടേം പോലും പ്രശ്നവൽക്കരിച്ചു കൊണ്ടുള്ള ആലോചനകൾ അസദിനെ പോലുള്ള ആളുകൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രമാത്രം വലിയ തോതിലുള്ള വൈജ്ഞാനികമായ അധിനിവേശങ്ങൾ, കൊളോണിയലിസവും അതോടൊപ്പം തന്നെ വന്ന ഓറിയൻ്റലിസവും വലിയ തോതിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമികമായ മുന്നേറ്റങ്ങളെ ഒന്നും കാണാതെ അതിൻ്റെ ഒന്നും പിന്തുടർച്ചാവകാശങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് അതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്ന വിശേഷണത്തിലേക്ക് വന്നിട്ടുള്ളത്. അബ്ബാസിയ കാലഘട്ടം, ഗോൾഡൻ ഏജ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു കാലഘട്ടം യഥാർത്ഥത്തിൽ വൈജ്ഞാനികപരമായിട്ട് വലിയ വിപ്ലവങ്ങൾ നടന്നൊരു കാലഘട്ടമാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വലിയ കണ്ടുപിടുത്തങ്ങളിലേക്കും വലിയ അന്വേഷണങ്ങളിലേക്കും നടന്നൊരു കാലഘട്ടം. അത് നമുക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടേണ്ടത് നമ്മുടെ വൈജ്ഞാനികമായ ഉണർവാണ്, വൈജ്ഞാനിക പുനരുദ്ധാരണമാണ്. ഹൗസ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അതിൽ അന്ന് നടന്നിട്ടുള്ള ഒരു യൂറോപ്യൻ അയാൾ സത്യസന്ധമായിട്ട് അന്ന് നടന്ന കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും മുസ്ലിം സയൻറ്റിസ്റ്റുകളും അല്ലാത്ത തിയോളജിസ്റ്റുകളൊക്കെ നടത്തിയുള്ള ചരിത്രങ്ങളെക്കുറിച്ചും പഠനങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് ദീർഘമായ ഒരു അന്വേഷണമാണ് ആ പുസ്തകത്തിലുള്ളത്. അപ്പം അതിൽ പറയുന്നത് എത്രമാത്രം സമ്പന്നമായിരുന്നു നമ്മുടെ ആ ഒരു കാലഘട്ടം എന്നാണ്. അറിവിനെ കേവലം അറിവ് എന്ന അല്ലെങ്കിൽ അറിവിന് വേണ്ടിയുള്ള അറിവായിരുന്നില്ല, മറിച്ച് പടച്ചവനിലേക്ക് എത്തുക, ദൈവികമായ സമീപത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തിലേക്ക്. കാരണം ദൈവം സൃഷ്ടിച്ച, അള്ളാഹു സൃഷ്ടിച്ച പ്രകൃതിയെ പഠിക്കുക എന്നത് അള്ളാഹുലേക്ക് എത്താനുള്ള, ഇലാഹിലേക്ക് എത്താനുള്ള മാർഗമായി കാണുകയും അതുവഴി അങ്ങനെ സയൻസിലേക്കും മറ്റുള്ള പല മേഖല, ജിയോമെട്രി, ഇങ്ങനെ പല വിവിധങ്ങളായ മേഖലകളിൽ സാന്നിധ്യം അറിയിച്ചു കൊണ്ടുള്ള അനുഭവങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട്. അതിനൊക്കെ തമസ്കരിച്ചുകൊണ്ട്, അതിനെയൊക്കെ മനഃപൂർവ്വം ഇല്ലാതാക്കിക്കൊണ്ടായിരുന്നു ഓറിയൻ്റലിസമൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയുള്ളൊരു ചരിത്രം മുന്നിലിരിക്കെ നാം വർത്തമാന കാലഘട്ടത്തിൽ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് സ്റ്റഡീസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പല രൂപത്തിലുള്ള. ആന്ത്രപ്പോളജി ആവട്ടെ, സോഷ്യോളജി ആവട്ടെ, ഗോഡിനൊക്കെ മുൻനിർത്തിയുള്ള, അള്ളാഹുവിനൊക്കെ മുൻനിർത്തിയുള്ള. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമീറ മിറ്റർമേറിൻ്റെ ഒരു പഠനമുണ്ട്, ഡ്രീംസിനെ കുറിച്ചുള്ള പഠനമാണ്. ഈജിപ്തിലുള്ള ഡ്രീംസ്, എങ്ങനെയൊക്കെയാണ് ഡ്രീംസിനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇൻ്റർപ്രറ്റ് മീൻസ് സോഷ്യോളജിക്കലി, ആന്ത്രപ്പോളജിക്കലി എങ്ങനെയൊക്കെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഡ്രീംസിലൂടെ എങ്ങനെയൊക്കെയാണ് സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്നത്. കാരണം ഡ്രീംസ് ഒന്നും നമുക്കങ്ങനെ കൃത്യമായിട്ട് റാഷണാലിറ്റി മാത്രം വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അതിന് കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ എത്നോഗ്രഫി ഓഫ് ഗോഡ് എന്ന ഒരു പ്രൊജക്റ്റ് മുൻനിർത്തിക്കൊണ്ടാണ് മിറ്റർമേറൊക്കെ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഗോഡ് എന്ന് പറയുന്ന സങ്കല്പം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ഒരാളുടെ തീരുമാനിക്കുന്നത്, ഒരാളെ എംബഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ സാമൂഹികമായ ക്രയവിക്രയങ്ങളെ നിർണ്ണയിക്കുന്നത്. ഇതൊക്കെ ഒരർത്ഥത്തിൽ ഒരു സമയത്ത് മോഡേണിറ്റി ഒഴിവാക്കിയ കാര്യങ്ങളായിരുന്നു. മോഡേണിറ്റി, റാഷണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയ കാര്യങ്ങളെ ഏതൊക്കെ രൂപത്തിലാണ് ഇപ്പോൾ ജനറലായിട്ടുള്ള സോഷ്യൽ സയൻസൊക്കെ മൊത്തത്തിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിന് നവോത്ഥാനം, പുനരുദ്ധാരണമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മുടെ പുതിയ ആലോചനകൾ വരേണ്ട ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ചും രണ്ട് വിദ്യാഭ്യാസവും ദീനീയായിട്ടുള്ള ടെക്സ്റ്റുകൾ എൻഗേജ് ചെയ്തുകൊണ്ടുള്ള ഒരു അനുഭവവും അത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ അക്കാഡമിക്സിൽ വളരാൻ സാധിക്കും. ഓൾറെഡി അതൊരു ബെനിഫിറ്റാണ്. ഇപ്പോൾ പൊതുവേ വിദേശത്തൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, അറബിയിലുള്ള വിൽപ്പത്തി, അറബിയിലുള്ള ഒരു ടെക്സ്റ്റുമായിട്ട് ക്ലാസിക്കൽ ടെക്സ്റ്റിനൊക്കെ ഡീൽ ചെയ്യാനുള്ള കഴിവ് എന്ന് പറഞ്ഞ് അത് മറ്റുള്ള പ്രൊഫസേഴ്സൊക്കെ അത് അറിയുമ്പോൾ പലർക്കും വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യം, അല്ലെങ്കിൽ അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മൾ തുടക്കം മുതലേ അത് അവിടെ റിസർച്ചിൻ്റെ മേഖലയിലേക്കൊക്കെ എത്തുമ്പോൾ മാത്രമാണ് പലരും അങ്ങനെ അറബി മാത്രം പഠിച്ചുകൊണ്ട് ക്ലാസിക്കൽ ടെക്സ്റ്റിലേക്കൊക്കെ തിരിയാറുള്ളത്. നമ്മൾ തുടക്കം മുതലേ ക്ലാസിക്കൽ ടെക്സ്റ്റുകളൊക്കെ വായിക്കുകയും അതൊക്കെ കൃത്യമായിട്ട് അറബിയൊക്കെ വലിയ തോതിൽ അവഗാഹം നേടിയെടുക്കുകയും ചെയ്യുന്നത് ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ വലിയൊരു അഡ്വാൻറ്റേജാണ്. നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജും ക്ലാസിക്കൽ ടെക്സ്റ്റ് നമുക്കറിയാം, അറബി അറിയാം,
മുസ്ലിം സൊസൈറ്റിനെ കുറിച്ച് അറിയാം. അപ്പം അത് വെച്ചുകൊണ്ട് നമുക്ക് ആന്ത്രപ്പോളജിയിലാവട്ടെ, സോഷ്യോളജിയിലാവട്ടെ, അല്ലെങ്കിൽ മറ്റു സോഷ്യൽ സയൻസിലുള്ള മേഖലയിലാവട്ടെ വലിയ തോതിലുള്ള വൈജ്ഞാനികമായ വിപുലീകരണത്തിന് നമുക്ക് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള കഴിവുകളെ പരിപോഷിക്കാനുള്ള സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പല വിഷയങ്ങളുടെ വളരെയധികം നമുക്ക് നമ്മുടെ ലീവ്ഡ് എക്സ്പീരിയൻസ് ആയുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ ഈ പറഞ്ഞ അമീറ മിറ്റർ മേർ അല്ലെങ്കിൽ വേറെ പലരും പറഞ്ഞാൽ എങ്സുങ് ഹോ, ഇവരൊക്കെ അവരുടെ സ്വന്തം സൊസൈറ്റിനെ മാത്രമായിരുന്നില്ല പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ മിക്ക ആളുകളും വേറെ സൊസൈറ്റിയെ പോയാണ് പഠിച്ചിരുന്നത്. അതിന് നമ്മൾ എത്നോഗ്രഫി എന്നൊക്കെ പറയും. എത്നോഗ്രഫി എന്ന് പറഞ്ഞാൽ മറ്റുള്ള സൊസൈറ്റി പഠിക്കൽ മാത്രമല്ല, ആന്ത്രപ്പോളജിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞത് നാറ്റീവിനെ പോയി പഠിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ കൊളോണിയലിസ്റ്റുകൾ വന്ന് പറയും, ഞങ്ങൾ അവരേതെങ്കിലും ഇൻഡിജിനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ പോയി പഠിക്കുക. ഇതായിരുന്നു ആന്ത്രപ്പോളജി കൊണ്ട് പണ്ടൊക്കെ വീക്ഷിച്ചിരുന്നത്. അപ്പം ഈ രൂപത്തിൽ നമുക്ക് നമ്മുടെ സ്രോതസ് അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവ്ഡ് എക്സ്പീരിയൻസ് വളരെയധികം വിപുലമാണെന്നാണ്. ലിവ്ഡ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അനുഭവങ്ങൾ. ഓട്ടോ എത്നോഗ്രഫി എന്ന് പറയുന്നൊരു ടേം തന്നെ ഉണ്ട്, നമ്മുടെ അനുഭവങ്ങൾ പറയുക എന്നുള്ളത്. നമ്മുടെ അനുഭവങ്ങൾ പറയണമെങ്കിൽ അത് മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് നമുക്കാണ് പറയാൻ സാധിക്കുക, നമ്മുടെ അനുഭവങ്ങൾ. അതും പ്രത്യേകിച്ചും ഇസ്ലാമിക് അക്കാഡമിക്സിൽ വലിയ തോതിൽ പ്രചാരണം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാനുമുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. അതോടെ തന്നെ അക്കാഡമിക്സിൽ ഒരുപാട് അബദ്ധജടിലമായ ധാരണകളും നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ തിരുത്തണമെങ്കിൽ കൃത്യമായിട്ട് ലിവ്ഡ് എക്സ്പീരിയൻസ് ഉള്ള ടെക്സ്റ്റുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ വളരെയധികം ഗുണകരമാണ്, വളരെയധികം പ്രയോജനകരമാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ നമ്മുടെ പഠനങ്ങളെ മാറ്റിയെടുക്കണം. എങ്ങനെയൊക്കെ നമുക്കതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത്, അതിന് ഒരൊറ്റടിക്ക് നമുക്ക് സൃഷ്ടിച്ചെടുക്കാനൊന്നും കഴിയില്ല. അതിന് കൃത്യമായൊരു സ്ട്രക്ചറും അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ, പ്ലസ് ടുവിലും ഡിഗ്രിയിലൊക്കെ പഠിക്കുന്നവരായതുകൊണ്ട് തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കടമ്പകൾ ഏറെയാണ്. പക്ഷേ ആ കടമ്പകളിലേക്ക് ഉള്ള വഴികളോ വളരെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ബോധമുണ്ടെങ്കിൽ കൃത്യമായിട്ട് നേടിയെടുക്കാനും സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനൊന്നാമത്തെ വേണ്ടതെന്ന് പറഞ്ഞാൽ വായന വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പ്ലസ് 1 പ്ലസ് 2 കാലഘട്ടം എന്ന് പറയുമ്പോൾ അത്രമാത്രം ഫൗണ്ടേഷനുകൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾ വായിക്കുക എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നെടുത്ത് വായിക്കുക എന്നതല്ല, മറിച്ച് കിട്ടുന്നതെല്ലാം വായിക്കുക. എന്തൊക്കെയുണ്ടോ അതൊക്കെ വായിക്കാൻ പറ്റുന്ന വായിക്കുക. കിതാബ് ഒരു ഭാഗത്ത് നടക്കണം, അതിനോട് കൂടെ തന്നെ സമന്വയം നടക്കേണ്ട രൂപത്തിൽ നടക്കുകയും വേണം. അതിന് പഠനങ്ങളാവാം, നമ്മുടെ ഭാഷാ വൈഭവത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ഫിക്ഷൻസുകളാവാം. ഏതൊക്കെ രൂപത്തിൽ നമുക്ക് വായനയെ ഒരു ആസ്വാദനമാക്കി മാറ്റാൻ കഴിയുമോ, വായന ഒരു ഹാബിറ്റസ് ആക്കി, ബോർത്തിയൊക്കെ പറയുന്നത് പോലെ ഒരു ഹാബിറ്റസ് ആയിട്ട് മാറ്റണം. അതൊരു നമ്മുടെ ഡിസ്പൊസിഷൻ ആവണം. നമ്മളെ വായനയിലൂടെ നമ്മളെ ഡിഫൈൻ ചെയ്യണം. ആ രൂപത്തിലേക്ക് വായന വരണം, നമ്മുടെ ശീലമാക്കി മാറ്റണം. അപ്പോൾ മാത്രമേ നമുക്ക് വായനയിലൂടെ ഒരു വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഒരു പത്രവാർത്ത വായിക്കുകയോ അല്ലെങ്കിൽ അത് പുസ്തകം വായിച്ചത് കൊണ്ടൊന്നും മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയില്ല, അല്ലെങ്കിൽ അറിവിൻ്റെ വലിയൊരു ഉൽപ്പാദനം നടത്താൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് വായനക്ക് അതിൻ്റെ സമയം നമ്മൾ കണ്ടെത്തുകയും അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള നോട്ടുകളും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വായനയിലൂടെ തന്നെ, ഇപ്പോൾ സോഷ്യോളജി ആണെങ്കിൽ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എടുക്കുക, അതിലുള്ള അറിയപ്പെട്ട ആളുകളെ പഠിക്കുക, അവരേതൊക്കെ കൃതികളാണ് എഴുതിയിട്ടുള്ളത് അവരെക്കുറിച്ച് മൊത്തത്തിൽ വായിക്കുക. സോഷ്യോളജിന് മാത്രം ഒതുങ്ങരുത്, ഒരു ഗഹനമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ വിഷയത്തിനെ കുറിച്ച് ഒരു ചെറിയ രൂപത്തിലെങ്കിലും അറിവുണ്ടാവുന്നത് വളരെ നല്ലതാണ്. പിന്നീട് തുടക്കത്തിലുള്ള വായന വീണ്ടും വീണ്ടും നമ്മളെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെടും എൻ്റെ താല്പര്യം ഇതാണ്, എൻ്റെ ഗവേഷണ മേഖല ഇതിലൂടെയാണ് പോവേണ്ടതെന്ന് നമുക്ക് തന്നെ ബോധ്യപ്പെടും. ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് സ്പെഷ്യലൈസേഷനിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ആ സമയത്ത്, കാരണം ഒരുപാട് കൃതികൾ ഓരോ മേഖലയിലുണ്ട്, ഒരു വിഷയം എടുത്തു നോക്കിയാൽ അതിൽ ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മുഴുവനായിട്ടും വായിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്
നമ്മുടെ ഒരു മേഖല കണ്ടെത്തുകയും അതിൽ എത്രമാത്രം നമുക്ക് അവഗാഹം നേടിയെടുക്കാൻ സാധിക്കും എന്ന ചിന്തയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ റിസർച്ചിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടത് ഈ വായനയാണ്. വായന ഉണ്ടെങ്കിൽ മാത്രമേ റിസർച്ച് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് പോലെയുള്ള വിഷയങ്ങൾ വളരെയധികം അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാറ്റഗറിയുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. മാത്തമാറ്റിക്കൽ അല്ല, അല്ലെങ്കിൽ അക്കൗണ്ടൻസി പോലെയുള്ള വളരെ കോൺക്രീറ്റിന് അപ്പുറത്തേക്ക് തിയോററ്റിക്കലി എൻഗേജ് ചെയ്യുന്നൊരു വിഷയമായതുകൊണ്ട് തന്നെ ഗഹനമായിട്ടുള്ള ഒരു തിയോററ്റിക്കൽ ഫാക്കൽറ്റി നമുക്കുണ്ടെങ്കിൽ മാത്രമേ, അങ്ങനെയുള്ള ഒരു ബുദ്ധി വൈഭവം ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് വായനയിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റിസർച്ചിലേക്ക് പോകുന്നവർ, ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പോകുന്ന ഇപ്പോൾ തന്നെ വായനക്ക് കൂടുതലായിട്ട് ഉള്ള അതിന് ബദ്ധശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ, +2 ആവട്ടെ, ഡിഗ്രി ആവട്ടെ, ആ സമയത്തുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ വഴി മനസ്സിലാകും. ഒരാളെ കാത്തു നിൽക്കാൻ പാടില്ല. വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഏതെങ്കിലും ഡയറക്ഷൻസിനെയോ ഒന്നും കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ തന്നെ നമ്മുടെ വഴി കണ്ടെത്തണം. ആ ഒരു ലെവലിലേക്ക്, ആ ഒരു വിധാനത്തിലേക്ക് നമ്മുടെ വായന എത്തണം. അപ്പോൾ മാത്രമേ നിങ്ങളൊരു നല്ലൊരു വായനക്കാരനാണ്, നിങ്ങൾ നല്ലൊരു ഗവേഷകനാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ പുസ്തകം വായനയും അതോടൊപ്പം തന്നെ എഴുത്തും വർദ്ധിപ്പിക്കുക എന്നുള്ള. എഴുതുമ്പോൾ നമ്മുടെ ആശയങ്ങൾക്കൊന്നും കൂടിയും ക്ലാരിറ്റി ഉണ്ടാകും. എഴുതുമ്പോൾ വായിക്കുമ്പോൾ തന്നെ സംഭവിക്കേണ്ടതാണ് ചിന്തിച്ചുകൊണ്ട് വായിക്കുക എന്ന് പറഞ്ഞാൽ. വായന തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ ചിന്തകളൊന്നും വരണമെന്നില്ല, പക്ഷേ വായിക്കും തോറും നമ്മുടെ ആശയലോകം വികസിക്കുകയും സ്വാഭാവികമായിട്ടും നമ്മുടെ ചിന്തയുടെ പ്രതലം വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത് വായനയിലൂടെ തന്നെ മാത്രമാണ്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ വായനയ്ക്ക് വേണ്ടി കൃത്യമായ സമയം കണ്ടെത്തണം. അതോടൊപ്പം എഴുതാൻ വേണ്ടിയുള്ള സമയം കണ്ടെത്തണം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷ റിസർച്ചിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാഷയിൽ നല്ല രീതിയിലുള്ള വിൽപ്പത്തി വേണം. കേവലം സംസാരിക്കാനുള്ളത് മാത്രമല്ല, സംസാരിക്കാൻ നമുക്ക് നോർമൽ ലാംഗ്വേജ് വെച്ചുകൊണ്ട്, ഇംഗ്ലീഷ് വെച്ചുകൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അക്കാഡമിക്സിൽ നിലനിൽക്കണമെങ്കിൽ പബ്ലിഷ് ഓർ പെരിഷ് എന്നുള്ളൊരു വാചകം തന്നെ ഉണ്ട് അക്കാഡമിക്സിൽ. പബ്ലിഷ് ഓർ പെരിഷ്, ഒന്നുകിൽ പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ പെരിഷാവുക. അതായത് പബ്ലിഷ് ചെയ്യാത്ത ആളുകൾക്ക്, പുസ്തകം എഴുതാത്ത അല്ലെങ്കിൽ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ സാന്നിധ്യം പുറം ലോകത്തേക്ക് എഴുത്തിലൂടെ അറിയിക്കാത്ത ആളുകൾക്ക് നിലനിൽപ്പില്ല അക്കാഡമിക്സിൽ. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ഉയർന്ന ഇതിലേക്ക്, തസ്തികയിലേക്കും വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നവർ എഴുത്തിൻ്റെ മലയാള ഭാഷ മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയും നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കതൊക്കെ കവറപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ PhD യുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ, സമയം വൈകുകയാണ്. PhD ഇവിടെ ഇന്ത്യൻ അവസ്ഥയിൽ, ഇന്ത്യൻ സാഹചര്യത്തിൽ, ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളൊക്കെ മുൻനിർത്തി പറയുകയാണെങ്കിൽ PG കഴിഞ്ഞുകൊണ്ട് നമ്മൾ PhD ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടത് എൻട്രൻസ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. UGC നെറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഓരോ യൂണിവേഴ്സിറ്റിക്കും എൻട്രൻസ് ഉണ്ടാവാറുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ UGC നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാം ഓരോ വർഷവും 2 തവണ നടക്കുന്നതാണ്. PG കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ PG ഫസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അതിന് അപ്പിയർ ആയാവുന്നതാണ്. നിങ്ങൾ ഏതാണോ PG ചെയ്യുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയം, ഇതിലാണ് നമുക്ക് PhD ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടത് ആ PGൻ്റെ സമയത്ത് തന്നെ അതിൻ്റെ സ്ട്രാറ്റജികൾ മനസ്സിലാക്കുക. പേപ്പർ 1ഉം പേപ്പർ 2 ഉണ്ട്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. പേപ്പർ 2 എന്ന് പറഞ്ഞാൽ ഡൊമൈനാണ്, നമ്മുടെ വിഷയം ഏതാണെന്നുള്ളതാണ്. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ ജനറൽ കാര്യങ്ങളാണ്. അപ്പം അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങളിപ്പോൾ തന്നെ നടത്തണം. ഇപ്പോൾ തന്നെ നടത്തുക എന്ന് പറഞ്ഞാൽ ആ എക്സാം പേപ്പറുകൾ വെച്ചുകൊണ്ട് ഡീൽ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള വായനകളിലേക്ക് നിങ്ങൾ ക്രമീകരിക്കുക എന്നതാണ്. ഇപ്പോൾ പ്രത്യേകിച്ചും PGക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ അടുത്ത വർഷത്തിനാണ് പോകാൻ നിൽക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ തുടങ്ങുക. പ്രത്യേകിച്ചും സിലബസ് നോക്കണം. ഇപ്പോൾ CUT-ൻ്റെ ഒക്കെ സിലബസ് ആയതുകൊണ്ട് തന്നെ സിലബസ് പ്രത്യേകിച്ച് കവർ ചെയ്യുക. പിന്നെ ഒബ്ജക്റ്റീവാണ് മിക്ക എക്സാമിനുകളും. അതോടൊപ്പം തന്നെ വേണം, എക്സാമിനോട് കൂടെ തന്നെ വേണ്ടതാണ് നമ്മൾ പ്രപ്പോസൽ എന്ന് പറയുന്ന സാധനം. പ്രപ്പോസൽ ഉണ്ടാവണം. അതായത് നമുക്കൊരു വിഷയം ഉണ്ടാവണം. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ വിഷയം കണ്ടെത്തണം. ആ കണ്ടെത്തുന്നത് എത്രമാത്രം ഇൻട്രസ്റ്റിംഗ് ആവുന്നോ, എത്രമാത്രം യുണീക്ക് ആവുന്നോ, അതിനനുസരിച്ചിട്ടായിരുന്നു നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ആവുക. അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനാവാൻ സാധിക്കുക. എല്ലാവരും ഒരേ വിഷയം പറഞ്ഞാൽ
അതാരും എടുക്കൂല. അവിടെ ആർക്കൊക്കെ വ്യതിരിക്തമാകുന്നു വ്യത്യസ്തമായ വിഷയങ്ങൾ. ഞാൻ നേരത്തെ കുറച്ച് പുസ്തകങ്ങളുടെ ഉദാഹരണം പറഞ്ഞു. അപ്പോൾ ആ ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാക്കാം, നമ്മുടെ ചുറ്റുപാടുകളിൽ തിരിഞ്ഞു നോക്കിയാൽ തന്നെ നമുക്ക് നമ്മുടെ ഗവേഷണത്തിൻ്റെ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ഇതിലേക്ക് നമ്മൾ നിരന്തരം ചിന്തിക്കുകയും നിരന്തരം വായിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ കാണുന്നത് നമുക്ക് വിഷയമാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ അവിടെയാണ് നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ആവുന്നത്, അവിടെയാണ് നിങ്ങൾ ഡിഫറൻ്റ് ആവുന്നത്. അപ്പോൾ ആ നിലക്ക് നമ്മുടെ ചിന്തയെയും വായനയും എഴുത്തിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. പ്രപ്പോസലിൻ്റെ ആയിട്ടുള്ള സ്ട്രക്ചറുകളും കാര്യങ്ങളുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ വിഷയം എന്നത് നിങ്ങളതിനെ ഏത് വിഷയമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളെക്കാളും അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വിദേശ യൂണിവേഴ്സിറ്റികൾക്ക് നോക്കാവുന്ന, പ്രത്യേകിച്ചും ഇസ്ലാമിക് വിഷയങ്ങൾ വിദേശ യൂണിവേഴ്സിറ്റിയിൽ വലിയ തോതിൽ അക്സെപ്റ്റൻസ് കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊന്നും നമ്മുടെ അത്രമാത്രം ഇല്ലെങ്കിൽ പോലും പുറം യൂണിവേഴ്സിറ്റികളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ സ്കോളർഷിപ്പ് സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ PhD-ക്കാണെങ്കിൽ ഫെലോഷിപ്പ് സാധ്യതകൾ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്. എന്നാൽ അതിനേക്കാളും കൂടുതലായിട്ട് വിദേശ യൂണിവേഴ്സിറ്റികൾ വലിയ തോതിലുള്ള ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസുകളാണ്. അതൊക്കെ നമ്മൾ എത്രമാത്രം റിസ്ക് എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ പറഞ്ഞതൊക്കെ നമുക്ക് ലഭിക്കാൻ പോകും. ഒന്നും എളുപ്പമല്ല. അതിനനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള പ്രാക്ടീസിങ് നടത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഈ രൂപത്തിലേക്ക് വരാൻ കഴിയുള്ളൂ. അക്കാഡമിക്സിനോടൊപ്പം തന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും സോഷ്യൽ സയൻസിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളായതുകൊണ്ട് തന്നെ പറയാനുള്ളത്, UPSC പോലെയുള്ള മേഖലയിലേക്ക് നമുക്ക് പോവാവുന്നതാണ്. കാരണം UPSC-യിലൊക്കെ സോഷ്യോളജി, ഹിസ്റ്ററി ഇതൊക്കെ ഓപ്ഷണലായിട്ട് വരും. അല്ലാത്ത വിഷയങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് ജനറൽ ആയിട്ടുള്ള സോഷ്യൽ സയൻസ്. നിങ്ങൾക്ക് അതിന് കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചെറുപ്പം 8ാം ക്ലാസ് മുതൽ UPSC-ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളെ എനിക്കറിയാം. അപ്പം അത്രമാത്രം റിസ്ക് എടുക്കുന്ന, അത്രമാത്രം ഇത് കിട്ടണമെന്ന അഭിവാജ്ഞയുമായിട്ട് സമയം കണ്ടെത്തുകയും രാവിലെ തുടങ്ങി രാത്രി വരെ ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. UPSC ഒക്കെ പഠിക്കുന്ന ആളുകൾ. അപ്പം അത്രമാത്രം കഷ്ടപ്പാടുമുണ്ട്. UPSC പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അതിൻ്റേതായുള്ള സിലബസ്, വാസ്റ്റായുള്ള സിലബസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ +2 ആയാലും ഡിഗ്രി ആയാലും ആയിരിക്കും, അപ്പം നിങ്ങൾ അതിന് സിലബസുകളൊക്കെ അവൈലബിൾ ആണ്. പ്രത്യേകിച്ചും ഡിജിറ്റൽ കാലഘട്ടമാണ്. നിങ്ങൾക്ക് പണ്ടത്തെ പോലെ പറഞ്ഞു തരാൻ ആളില്ലാത്ത പ്രശ്നങ്ങളില്ല. ഒരുപാട് കോഴ്സുകളുണ്ട്, ഒരുപാട് യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അല്ലാതെയും പെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ UPSC പഠിക്കുന്ന ആളുകളായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ നോക്കാവുന്നതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ സ്രോതസ്സുകളും അവൈലബിലിറ്റിയും എല്ലാം നമുക്ക് പണ്ടത്തേക്കാളും കൂടുതലാണ്. പക്ഷെ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ സമയമാണ്, അതിനുള്ള താല്പര്യമാണ്, അതിനുള്ള എൻകറേജ്മെൻ്റ് ആണ്, നമ്മുടെ സ്വന്തത്തോടുള്ള നമ്മൾ കാണിക്കുന്ന ഒരു താല്പര്യം കൂടിയാണ് ഇത്തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിർത്തുകയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാറ്റങ്ങൾ അനിവാര്യമാണ്, സമൂഹത്തിന് മാറ്റം ആവശ്യവുമാണ്. അത് മാറ്റങ്ങൾ നമ്മളിലൂടെയാണ് സമൂഹം പ്രതീക്ഷിക്കുന്നത്. സമൂഹത്തിൻ്റെ സ്രോതസ്സും സമൂഹത്തിൻ്റെ അവരുടെ പരിശ്രമങ്ങളും നമ്മൾ സാമൂഹികമായ ഉന്നമനത്തിന് ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത് നമ്മളിലൂടെയാണ് കൂടുതലായിട്ട് അവർക്ക് കൊടുക്കാൻ സാധിക്കുക. ഗിവ് ബാക്ക് ടു സൊസൈറ്റി അഥവാ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതിന് പല രീതിയിലുള്ള ഓപ്ഷൻസുകളുണ്ട്. ആ ഓപ്ഷൻസുകൾക്ക് എനിക്ക് ഏതാണ്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും തങ്ങൾക്ക് ഏതാണ് അനുഗുണമായത്, ഏതാണ് എന്നെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക, എനിക്കതിലൊരു കരിയർ ഉണ്ടാക്കാൻ കഴിയും. ജേർണലിസം ഒരു വലിയ കരിയറാണ്, മാധ്യമപ്രവർത്തനങ്ങൾ വലിയൊരു കരിയറാണ്, പ്രത്യേകിച്ചും ഹ്യൂമാനിറ്റീസും സോഷ്യൽ സ്റ്റഡീസും ഒക്കെ പഠിക്കുന്ന ആളുകൾക്ക്. അപ്പം അതിൻ്റെ മാർഗ്ഗങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഏതൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിലുള്ള കരിയർ എനിക്ക് നടത്താൻ കഴിയും, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏതൊക്കെ എൻ്റെ കരിയറിന് ഉപയോഗമാകുന്ന കരിയറിന് ഉപയുക്തമാകുന്ന മേഖലയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും, അതിനുള്ള ആലോചനകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങണം. വേറെ ഇനി ആവട്ടെ അല്ലെങ്കിൽ വീണ്ടും ആവട്ടെ എന്ന രൂപത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കരുത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ സമയം ഉപയോഗപ്പെടുത്തുക. നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. താങ്ക് യു മുഹമ്മദ് നൂറാനി.